Good morning. So today we are going to discuss about polar form of a complex number. Let r and theta be the polar coordinates of the point xy which corresponds to a non-zero complex number x plus iy. So a non-zero complex number ആണ് x plus iy. So അതിനെ നമ്മൾ ജോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ ഒരു എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. സോ ആ പോയിന്റിൻ്റെ കറസ്പോണ്ടിങ് പോളാർ കോർഡിനേറ്റ്സ് ആണ് ആർ ആൻഡ് തീറ്റ എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. സിൻസ് x equal to r cos theta and y equal to r sin theta, z can be expanded in polar form as. അപ്പോൾ നമുക്കറിയാം പോളാർ കോർഡിനേറ്റ്സിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഏത് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. സോ നമുക്ക് സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും പോളാർ ഫോമിൽ? സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ എക്സിൻ്റെ സ്ഥലത്ത് ആർ കോസ് തീറ്റ റീപ്ലേസ് ചെയ്യുക, വൈൻ്റെ സ്ഥലത്ത് ആർ സൈൻ തീറ്റ റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് വരും. ഇതിൽ നമുക്ക് ആറ് കോമൺ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. ഹിയർ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ? ആർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ. സോ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പക്ഷെ നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്തായിരുന്നു? മോഡ് സെഡ് ആയിരുന്നു. സോ ആർ ഇസ് ഈക്വൽ ടു മോഡ് സെഡ് ആണ്. ആൻഡ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറ്? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് യൂസ് ചെയ്തിട്ടാണ് തീറ്റ കണ്ടുപിടിക്കാറ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, ദാറ്റ് ഇസ് കോൾഡ് ദി ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സെഡ് ആൻഡ് ഈസ് റിട്ടൺ ആസ് ആർഗ് സെഡ് ഓർ ആംബ് സെഡ് എന്നാണ് നമ്മൾ ഈ തീറ്റേനെ നൊട്ടേറ്റ് ചെയ്യുന്നത്. തീറ്റേനെ നമ്മൾ ആർഗ്യുമെന്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ സെഡ് എന്നാണ് വിളിക്കാറ്. സോ അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ആർഗ് സെഡ് ഓർ ആംബ് സെഡ് എന്നാണ് എഴുതാറ്. Thus, geometrically, arc z denotes the angle measured in radians that z makes with the positive real axis. അപ്പോൾ ജോമെട്രിക്കലി തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദിസ് കോംപ്ലക്സ് നമ്പർ വിത്ത് ദി പോസിറ്റീവ് റിയൽ ആക്സിസ്. അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഈ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എത്ര ആംഗിളിലാണ് ലൈ ചെയ്യുന്നത്? ഒറിജിനിൽ നിന്ന് നമ്മൾ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമ്മുടെ തീറ്റ അഥവാ ആർഗ്യുമെന്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. Since sin theta and cos theta are periodic functions of theta with period 2π, arc z is multiple valued അല്ലേ? സൈൻ തീറ്റയും കോസ് തീറ്റയും പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് വിത്ത് പീരിയഡ് 2π ആണെന്ന് നമുക്കറിയാം. കാരണം 2π ഇൻ്റർവെല് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ തീറ്റയും കോസ് തീറ്റയും സെയിം വാല്യൂ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഈ ആർഗ് സെറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂഡ് ആണ്. കാരണം 2π കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആർഗ് സെറ്റ് എത്രയാണോ വരുന്നത് സെയിം സൈൻ തീറ്റ കോസ് തീറ്റ വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. The unique value of theta that lies in the interval minus pi less than theta less than or equal to pi is called the principal value of arg z. So principal value of arg z അതിനെയാണ് നമ്മൾ denoted by capital arg z. Capital A ഇട്ടിട്ടുള്ള arg z denotes the principal value of arg z. Principal value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ റേഞ്ചിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കുക. അതായത് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് പൈ, ക്ലോസ്ഡ് ഇൻ്റർവൽ പൈ എന്ന് പറയുന്ന ഒരു റേഞ്ചിലോട്ട് നമ്മൾ തീറ്റേനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു യുണീക്ക് വാല്യൂ ഓഫ് ആർഗ് സെഡ് കിട്ടും. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ് സെഡ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ആർഗ് സെഡ്. സൈൻ തീറ്റയും കോസ് തീറ്റയും പീരിയോഡിക് ഫംഗ്ഷൻസ് ആണ് വിത്ത് പീരിയഡ് 2π ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്മോൾ ആർഗ് സെഡ് അതായത് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂഡ് ആയിരിക്കും. സോ നമുക്കതിനെ ഒരു യുണീക്ക് വാല്യൂയിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ തീറ്റേനെ മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഈക്വൽ ടു പൈ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് വെക്കും. സോ ആ ഇൻ്റർവെല്ലിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന തീറ്റയുടെ വാല്യൂവിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ആർഗ് സെഡ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ക്യാപിറ്റൽ ആർഗ് സെഡ് എന്നാണ് യൂസ് ചെയ്യാറ്. ഫോർ എൻ എക്സാമ്പിൾ, ആർഗ്യുമെന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ ആർഗ്യുമെന്റ് എത്രയായിരിക്കും? π/2 ആയിരിക്കും. കാരണം ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇമാജിനറി ആക്സിസിലല്ലേ കിടക്കുന്നത്, ഇവിടെയല്ലേ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏകദേശം ഇവിടെയായി വരും അല്ലേ? ഇമാജിനറി ആക്സിസിൽ
ഫസ്റ്റ് ഡിജിറ്റ് ആണ് ഐ എന്ന് പറയുന്നത്. ഐ എന്ന് പറയുമ്പോൾ ദാറ്റ് ഡിനോട്ട്സ് കറസ്പോണ്ട്സ് ടു ദി പോയിന്റ് 0, 1 അല്ലേ. അതിൻ്റെ റിയൽ പാർട്ട് 0 ആണ്, ഇമാജിനറി പാർട്ട് 1 ആണ്. സോ 0, 1 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ് നമ്മുടെ XY പ്ലെയിനിൽ കിടക്കുന്നത്? ഇവിടെയാണ് 0, 1 എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത്. സോ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. അപ്പോൾ അതിനെ നമ്മൾ റേഡിയൻസിലോട്ട് പറയുമ്പോൾ ദാറ്റ് വിൽ ബി π/2 അല്ലേ. ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇവിടെയാണ് കിടക്കുന്നത്, വൈ ആക്സിസിൽ ഇവിടെയാണ് ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ കിടക്കുന്നത്. സോ നമ്മുടെ ആർഗ്യുമെന്റ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. സോ പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്ന് ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഈസ് 90 ഡിഗ്രി. സോ അതിൻ്റെ റേഡിയൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് π/2 ആണ് അല്ലേ. ഇത് 0, ഇത് π/2, ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ π, ഇത് 3π/2 അങ്ങനെയല്ലേ നമ്മൾ റേഡിയൻസിൽ പറയാം. സോ ഐൻ്റെ ആർഗ്യുമെന്റ്, അതായത് ഐ പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ദാറ്റ് ഇസ് π/2. അതിൻ്റെ ക്യാപിറ്റൽ ആർഗ്യുമെന്റ്, അതായത് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണ്. കാരണം ക്യാപിറ്റൽ ആർഗ് ഐ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? മൈനസ് പൈൻ്റെയും പൈൻ്റെ ഇടയിലുള്ള തീറ്റയുടെ വാല്യൂ. അപ്പോൾ π/2 എന്ന് പറയുന്ന വാല്യൂ മൈനസ് പൈൻ്റെയും പൈൻ്റെ ഇടയിൽ വരുന്ന ഒരു വാല്യൂ ആയത് കാരണം ദാറ്റ് ഈസ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് arg z for the complex number I. Therefore, capital argument of I is equal to π/2. Also, when z is a negative real number, arg z is equal to π. z ഒരു നെഗറ്റീവ് റിയൽ നമ്പർ ആകുമ്പോൾ അത് എവിടെ കിടക്കും? നെഗറ്റീവ് എക്സ് ആക്സിസിൽ കിടക്കും അല്ലേ. z ഒരു നെഗറ്റീവ് റിയൽ ആകുമ്പോൾ അത് നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് കിടക്കുക. അപ്പോൾ അത് പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി 180 ഡിഗ്രി. സോ 180 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റേഡിയൻസിൽ പറയുമ്പോൾ ദാറ്റ് വിൽ ബി π. അപ്പോൾ വെൻ z ഈസ് എ നെഗറ്റീവ് റിയൽ നമ്പർ, അത് നെഗറ്റീവ് റിയൽ ആക്സിസിൽ കിടക്കും, നെഗറ്റീവ് എക്സ് ആക്സിസിൽ കിടക്കും. സോ നെഗറ്റീവ് എക്സ് ആക്സിസിൽ ഉള്ളൊരു പോയിന്റ് എന്ന് പറയുമ്പം പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി 180 ഡിഗ്രി. സോ അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ ഈസ് π. പൈ എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഇൻക്ലൂഡഡ് ആയത് കാരണം ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർഗ് സെറ്റ് അല്ലേ. നോട്ട് ദാറ്റ് ആർഗ് സെറ്റ് ഇസ് ഈക്വൽ ടു സ്മോൾ ആർഗ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർഗ് സെറ്റ് പ്ലസ് 2n π ആണ്. ക്യാപിറ്റൽ ആർഗ് സെറ്റ് പ്രിൻസിപ്പൽ വാല്യൂമായിട്ട് 2πകൾ പിന്നെ കൂട്ടി വന്നു കഴിഞ്ഞാലും പീരിയോഡിക് ആയത് കാരണം സെയിം വാല്യൂ തരും. സോ നമുക്ക് ജനറലി ആർഗ് സെറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർഗ് സെറ്റ് പ്ലസ് 2n π ആണ്, വേർ n ഇസ് ഈക്വൽ ടു 0 ±1 ±2 എക്സെട്ര. കാരണം സൈൻ തീറ്റയും കോസ് തീറ്റയും എല്ലാം 2π പീരിയോഡിക് ആയത് കാരണം നമുക്ക് സ്മോൾ ആർഗ് സെറ്റ് കിട്ടാൻ വേണ്ടി ക്യാപിറ്റൽ ആർഗ് സെറ്റുമായിട്ട് 2n π ആഡ് ചെയ്താൽ മതി. Remark: from the figure, it is clear that if polar form of z is equal to r into cos theta plus I sin theta, then polar form of z conjugate is z conjugate is equal to r into cos of minus theta plus I sin of minus theta. അല്ലേ, z conjugate എന്ന് പറയുമ്പോൾ x മൈനസ് y എന്ന പോയിന്റിന് കറസ്പോണ്ട് ചെയ്യും. x മൈനസ് y എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന്റെ പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള റിഫ്ലക്ഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഇവിടെയാണ് z കോൺജുഗേറ്റ് എന്ന് വരുന്നത്. അപ്പോൾ z കോൺജുഗേറ്റ് എന്തായിരിക്കും ഉണ്ടാവുക? തീറ്റ എന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്ന ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റയുടെ നെഗറ്റീവാണ്, മൈനസ് തീറ്റയാണ് z കോൺജുഗേറ്റ് തരുന്നത്. അപ്പോൾ ആർഗ്യുമെന്റ് ഓഫ് z കോൺജുഗേറ്റ് ഈസ് മൈനസ് തീറ്റ. അതുകൊണ്ട് z കോൺജുഗേറ്റിന് പക്ഷെ അതിൻ്റെ മോഡുലസ് വാല്യൂ ഈസ് സെയിം, r തന്നെയല്ലേ, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് r സെയിം ആയി കിടന്നു, പക്ഷെ തീറ്റയ്ക്ക് പകരം മൈനസ് തീറ്റ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. സോ r ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് I സൈൻ ഓഫ് മൈനസ് തീറ്റ. പക്ഷെ നമുക്കറിയാം ഹെൻസ് ആർഗ്യുമെന്റ് ഓഫ് z കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ആർഗ്യുമെന്റ് ഓഫ് z ആണ് അല്ലേ. ആർഗ്യുമെന്റ് ഓഫ് z കോൺജുഗേറ്റ് മൈനസ് തീറ്റയാണ്. സോ ദാറ്റ് ഇസ് മൈനസ് ആർഗ്യുമെന്റ് ഓഫ് z ആണ്. ഓൾസോ ഇഫ് z is equal to x, z എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്, where x is greater than 0 and x is a real number, then its polar form is x into cos 0 plus I sin 0. അപ്പോൾ z equal to x എന്ന് പറയുന്ന x ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആണെങ്കിൽ അത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ തന്നെ കിടക്കും, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോസിറ്റീവ് എക്സ് ആക്സിസിൽ കിടക്കും. അപ്പോൾ അത് പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒരു പോസിറ്റീവ് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0, കാരണം ഈ എക്സ് ആക്സിസിൽ തന്നെയാണ് കിടക്കുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ 0 ആയിരിക്കും ഈ കേസിൽ. ഇഫ് z is equal to x where x greater than 0, x ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആവുന്ന കേസിൽ നമുക്ക് ആർഗ്യുമെൻ്റ് ഓഫ് z തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷറും 0 ആയിരിക്കും. സോ അതിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത് എക്സ് കോസ് 0 പ്ലസ് ഐ സൈൻ 0. കാരണം r is equal to എന്താണ് മോഡുലസ് ആണ്, അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പക്ഷെ y 0 ആയത് കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വരും. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എക്സ്. അപ്പോൾ ആറിൻ്റെ സ്ഥലത്ത് എക്സ് വരും, തീറ്റയുടെ സ്ഥലത്ത് 0 വരും. സോ എക്സ് ഇൻറ്റു കോസ് 0 പ്ലസ് ഐ സൈൻ 0 ആയിരിക്കും വെൻ എക്സ് ഈസ് a positive real number. Remark 2. To find the principal value of arg z, that is capital arg z, we have to proceed as follows. അപ്പോൾ നമുക്ക് principal value of arg z കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? First find the value of tan inverse y by x lying between 0 and pi by 2. Let it be alpha. Then determine to which quadrant the complex number z equal to xy belongs to. അപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ വാല്യൂ കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ തീറ്റ കണ്ടുപിടിക്കണം. ടാൻ ഇൻവേഴ്സ് മോഡ് y ബൈ എക്സ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ ലൈൻ ബിറ്റ്വീൻ 0 ആൻഡ് പൈ ബൈ 2 കിട്ടും. ആ വാല്യൂവിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കുകയാണ്. ദെൻ ഡിറ്റർമിൻ ടു വിച്ച് ക്വാഡ്രന്റ് ദി കോംപ്ലക്സ് നമ്പർ xy ബിലോങ്സ് ടു. ഇനി xy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്ന് നമ്മൾ നോക്കാം. ഇഫ് xy ബിലോങ്സ് ടു ദി ഫസ്റ്റ് ക്വാഡ്രന്റ്, xy ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ ക്യാപിറ്റൽ ആർഗ് z വിൽ ബി ഈക്വൽ ടു ആൽഫ. If xy belongs to the second quadrant, അപ്പോൾ xy എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെങ്കിൽ then capital arg z will be pi minus alpha. If xy belongs to the third quadrant, then capital arg z is equal to minus of pi minus alpha. And if xy belongs to the fourth quadrant, then capital arg z is equal to minus alpha. So ഈ 4 പോയിന്റ്സും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ക്യാപിറ്റൽ ആർഗ് z കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്, ഈസി മെത്തേഡാണ് അവർ പറയുന്നത്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് മോഡ് y ബൈ എക്സ് ആണ്. ആൻഡ് ആൽഫ വിൽ ബി എ വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് പൈ ബൈ 2. ഇനി നിങ്ങൾ ക്യാപിറ്റൽ ആർഗ് zന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ xy എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എന്ന് നോക്കുക. xy എന്ന് പറയുന്ന പോയിന്റ് z is equal to xy എന്ന് പറയുന്ന പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ് ബിലോങ് ചെയ്യുന്നത് എന്ന് നോക്കുക. അത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് xy എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നതെങ്കിൽ യുവർ ക്യാപിറ്റൽ ആർഗ് z വിൽ ബി ഈക്വൽ ടു ആൽഫ. And if xy belongs to the second quadrant, then capital arg z will be equal to pi minus alpha. അത് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. And if xy belongs to the third quadrant, then capital arg z will be equal to negative of pi minus alpha. And if xy belongs to the fourth quadrant, then capital arg z will be equal to minus alpha. Okay അല്ലേ? Find the polar form of the following complex numbers. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോളാർ ഫോം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ ഇവിടെ നമുക്ക് തന്ന കോംപ്ലക്സ് നമ്പർ 1 മൈനസ് ഐ റൂട്ട് 3 ആണ്. അപ്പോൾ ഗിവൻ കോംപ്ലക്സ് നമ്പർ ഈസ് z is equal to 1 മൈനസ് ഐ റൂട്ട് 3. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് z ആണ്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് ഓഫ് z എന്താണ്? 1 ആണ്. Therefore x is equal to real part of z, that is equal to 1. And y is equal to എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് z ആണ്. ഇവിടെ ഇമാജിനറി പാർട്ട് ഓഫ് z is മൈനസ് റൂട്ട് 3 അല്ലേ? 1 മൈനസ് ഐ റൂട്ട് 3 ആണ്. സോ മൈനസ് റൂട്ട് 3യുടെ കൂടെ പോകും. നമ്മുടെ ജനറൽ ഫോം ഈസ് എക്സ് പ്ലസ് ഐ വൈ. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് y is equal to മൈനസ് റൂട്ട് 3. Therefore മോഡ് z is equal to എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ദാറ്റ് is equal to റൂട്ട് ഓഫ് 1 plus 3, that is equal to root 4, that is equal to 2. And tan inverse mod y by x കാണുക, that is equal to tan inverse എന്ത് വരും? root 3 by 1, that is equal to tan inverse root 3, that is equal to pi by 3 അല്ലേ? tan of pi by 3 ആണ് root 3 വരുന്നത്, അതുകൊണ്ട് tan inverse root 3 ആണ് pi by 3. Here z is equal to 1 comma minus root 3. z is equal to xy എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് x plus iy ആയിരുന്നു. സോ അത് കമ്പയർ ചെയ്യുമ്പോൾ z is equal to xy എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 1 comma minus root 3 ആണ്. അപ്പോൾ 1 comma minus root 3, x പോസിറ്റീവും y നെഗറ്റീവും, അത് ഏത് ക്വാഡ്രന്റിലാണ്? ഫോർത്ത് ക്വാഡ്രന്റിലല്ലേ? x പോസിറ്റീവും y നെഗറ്റീവും വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ്. സോ z is equal to 1 comma minus root 3 എന്ന് പറയുന്ന പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും ഉണ്ടാവുക.
ഇപ്പോൾ ഈ റിമാർക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്കറിയാം XY എന്ന് പറയുന്ന പോയിന്റ് 4th ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെങ്കിൽ ദെൻ ആർഗ് സെറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ആൽഫ. അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ആർഗ് സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് π/3 ആയിരിക്കും. കാരണം ടാൻ ഇൻവേഴ്സ് മോഡ് y/x ആണ് നിങ്ങളുടെ ആൽഫ. സോ മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് π/3. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർഗ് സെറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് π/3 ആണെന്ന് കിട്ടി. ആൻഡ് മോഡ് സെറ്റ് ആണ് നമ്മുടെ R. R is equal to mod Z ആണ്. Therefore, Z is equal to R into cos theta plus I sin theta എന്നുള്ള ഫോമില് Rന്റെ വാല്യൂ 2 ആണ് ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടി മൈനസ് π/3 ആണ് പ്രിൻസിപ്പൽ വാല്യൂ. അപ്പോൾ കോസ് മൈനസ് π/3 പ്ലസ് I sin മൈനസ് π/3. ഇതേപോലെ നിങ്ങൾക്ക് ബാക്കി 2 എക്സാമ്പിൾസും നോക്കാവുന്നതാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ പോളാർ ഫോം ആണ് നോക്കാനുള്ളത്. പോളാർ ഫോമിൽ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ചെയ്യുന്നത് നോക്കാം. If Z1 is equal to R1 cos theta 1 plus I sin theta 1 and Z2 is equal to R2 cos theta 2 plus I sin theta 2 are two complex numbers in their polar forms. അപ്പോൾ നമുക്ക് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. Z1 equal to R1 cos theta 1 plus I sin theta 1. ഇത് പോളാർ ഫോമിലുള്ള ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. സിമിലർലി Z2 is equal to R2 into cos theta 2 plus I sin theta 2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്. അങ്ങനെ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ Z1 into Z2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു R1 R2 into cos theta 1 plus I sin theta 1 into cos theta 2 plus I sin theta 2 ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് കിട്ടും. ഇത് നമുക്ക് എന്ത് ഫോർമുലയാണ്? കോസ് ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2ൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കിടക്കുന്നത്. അതേപോലെ സൈൻ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2ൻ്റെ എക്സ്പാൻഷനാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു R1 R2 ഇൻറ്റു കോസ് ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് I ഇൻറ്റു സൈൻ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2. ഇത്രയും പോർഷൻ കോസ് ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2ൻ്റെ എക്സ്പാൻഷനാണ്. ആൻഡ് ഇത്രയും പോർഷൻ ഇസ് സൈൻ ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2ൻ്റെ എക്സ്പാൻഷനാണ്. ഓക്കെ, സോ അത് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് Z1 ഇൻറ്റു Z2 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു R1 R2 ഇൻറ്റു കോസ് ഓഫ് തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് I സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2. അതായത് അവരുടെ മോഡുലസുകൾ തമ്മിൽ പ്രോഡക്റ്റ് ചെയ്യും ആൻഡ് അവരുടെ ആർഗ്യുമെന്റ് തമ്മിൽ ആഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് 2 കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത്. Thus product of two complex numbers is a complex number with mod Z1 Z2 equal to mod Z1 into mod Z2 അല്ലേ? മോഡുലസ് ഓഫ് Z1 Z2 എന്ന് പറഞ്ഞാൽ R1 R2 ആണ്. R1 is mod Z1 and R2 is mod Z2. Therefore modulus of Z1 Z2 is equal to mod Z1 into mod Z2 and argument of Z1 Z2 എന്തായിരുന്നു? തീറ്റ 1 പ്ലസ് Z1 Z2 എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ ആർഗ്യുമെന്റ് നമുക്ക് എന്ത് കിട്ടി? തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ് കിട്ടി. അപ്പോൾ തീറ്റ 1 is argument of Z1 and തീറ്റ 2 is argument of Z2. Therefore argument of Z1 Z2 is equal to theta 1 plus theta 2, that is equal to arg Z1 plus arg Z2. Geometrically, the complex number Z1 into Z2 is represented as in this figure. ഇത് Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്, മേക്കിംഗ് തീറ്റ 1 ആർഗ്യുമെന്റ് ആണ്. ഇത് Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്, മേക്കിംഗ് തീറ്റ 2 ആർഗ്യുമെന്റ് ആണ്. അപ്പോൾ Z1 പ്ലസ് Z2 മോഡുലസ് വരുമ്പോൾ ഇത്രയും വരും ആൻഡ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് പറയുമ്പോൾ ആംഗിൾ ഇത്രയും വരും. അപ്പോൾ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഇവിടെ വരും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ Z1 പ്ലസ് Z2 എന്ന് എഴുതിയിട്ടുള്ളത് ആൻഡ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് ഈ തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് എഴുതിയിട്ടുള്ളത്. സോ ദിസ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ഇൻറ്റു Z2. ഓക്കെ, if Z1, Z2, etc. Zn are n complex numbers, ഇത്തരത്തിൽ നമ്മുടെ കയ്യിൽ n complex numbers ഉണ്ട്, where Zm is equal to Rm cos theta m plus I sin theta m, where m is equal to 1, 2, 3, etc. n. ഇതൊരു ആർബിട്രറി Zmനെ ഡിനോട്ട് ചെയ്തതാണ്. ദെൻ ബൈ എക്സ്റ്റൻഷൻ ഓഫ് ഫോർമുല 1ൻ്റെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് Z1, Z2, Zn എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പോളാർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? R1, R2, etc. Rn
into cos theta 1 theta 1 plus theta 2 plus etc plus theta n plus I into sin theta 1 plus theta 2 plus etc plus theta n. Now the quotient z is equal to z1 by z2. അപ്പോൾ z1 by z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എങ്ങനെ കാണും? ദറ്റ് ഈസ് ദി കോംപ്ലക്സ് നമ്പർ z സാറ്റിസ്ഫൈങ് z into z2 equal to z1 അല്ലേ? z is equal to z1 by z2 ആണെങ്കിൽ z2നെ LHSലോട്ട് കൊണ്ടുപോകുമ്പോൾ z2 into z is equal to z1 എന്ന് കിട്ടും. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം z. വി ഹാവ് മോഡുലസ് ഓഫ് z into z2 equal to mod z1 ആണ് അല്ലേ? നമുക്ക് മോഡുലസ് രണ്ട് സൈഡ് മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് z into z2 is equal to mod z1 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് mod z into mod z2 is equal to mod z1. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. വിച്ച് ഇംപ്ലൈസ് mod z is equal to mod z1 divided by mod z2. mod z2നെ നമ്മൾ RHSലോട്ട് കൊണ്ടുപോകുമ്പോൾ that will be division. And argument of അപ്പം നമുക്ക് mod z is equal to mod z1 by mod z2 ആണെന്ന് കിട്ടി മോഡുലസ്. ഇനി നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് z into z2 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു ആർഗ്യുമെന്റ് ഓഫ് z1 ആയിരിക്കും അല്ലേ? ഈ ഇനീക്വാളിറ്റിയിൽ നിന്ന് നമുക്ക് ആർഗ്യുമെന്റ് ഓഫ് z into z2 is equal to ആർഗ്യുമെന്റ് ഓഫ് z1 എന്ന് കിട്ടും. That implies argument of z into z2 എന്തായിരുന്നു? That is argument of z plus argument of z2 ആയിരുന്നു. പ്രോഡക്റ്റിൽ ആർഗ്യുമെന്റ് ആഡ് അപ്പ് ചെയ്യും. സോ ആർഗ്യുമെന്റ് ഓഫ് z into z2 is equal to argument of z plus argument of z2 ആണ്. That is equal to argument of z1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? Which implies argument of z is equal to argument of z1 minus argument of z2. ഈ argument of z2നെ RHSലോട്ട് കൊണ്ടുപോകുമ്പോൾ that will be minus argument of z2. അപ്പോൾ therefore the polar form of z1 by z2. അപ്പോൾ z1 by z2ന്റെ മോഡുലസ് is mod z1 by mod z2 and its argument is arg z1 minus arg z2 ആണ്. therefore പോളാർ ഫോമിൽ നമുക്ക് z1 by z2നെ എങ്ങനെ എഴുതാൻ പറ്റും? z1 by z2 is equal to അതിൻ്റെ മോഡുലസ് is r1 by r2. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ആൻഡ് അതിൻ്റെ ആർഗ്യുമെന്റ് is θ1 minus θ2. സോ ഇതിനെ നമുക്ക് പോളാർ ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റും? r1 by r2 into cos of θ1 minus θ2 plus I sin of θ1 minus θ2. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവിഷനിൽ എങ്ങനെ എഴുതാൻ പറ്റും? z1 by z2 equal to r1 by r2 into cos of θ1 minus θ2 plus I sin of θ1 minus θ2. when z1 equal to 1, that അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ z1 1 ആണ് വരുന്നതെങ്കിൽ 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഒരു റിയൽ നമ്പർ ആണ്. അപ്പോൾ അതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം അത് റിയൽ ലൈൻ, പോസിറ്റീവ് റിയൽ ലൈനിൽ കിടക്കുന്ന നമ്പറാണ്. സോ അതിൻ്റെ തീറ്റ ആർഗ്യുമെന്റ് 0 ആണ്. ഇതിൻ്റെ മോഡുലസ് 1 ആണ്. അപ്പോൾ 1നെ നമുക്ക് പോളാർ ഫോമിൽ 1 into cos 0 plus I into sin 0 എന്ന് എഴുതാം. ഫ്രം ദി above result we get 1 by z2. അപ്പോൾ z1 സ്ഥലത്ത് 1 റീപ്ലേസ് ചെയ്യുമ്പോൾ 1 by z2 equal to r1 എന്താണ്? 1 ആണ് by r2 into cos of θ1 0 ആണ്. So 0 minus θ2, that is cos of minus θ2 plus I into sin of 0 minus θ2, that is sin of minus θ2. So this is equal to 1 by r2 into cos of minus theta cos theta ആണ് trigonometric properties യൂസ് ചെയ്തിട്ട്. ആൻഡ് sin of minus theta is minus sin theta. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 by r2 into cos θ2 minus I sin θ2. ഇവിടെ നമ്മൾ trigonometric properties യൂസ് ചെയ്തിട്ടാണ്. cos of minus theta is cos theta and sin of minus theta equal to minus sin theta. So this is equal to 1 by r2 into cos θ2 minus I sin θ2. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ല ആക്ച്വലി 1 by z2 എന്ന് പറയുന്നത്. z2 ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എങ്ങനെയാണ്? പോളാർ ഫോമിൽ എഴുതുമ്പോൾ ദാറ്റ് ഈസ് 1 by r2 into cos θ2 minus I sin θ2 ആണ്. ഹെൻസ് ഇഫ് z is equal to r cos theta plus I sin theta is any non-zero complex number, then polar form of its multiplicative inverse, അതായത് 1 by z2 എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്, നമുക്ക് z equal to r cos theta plus I sin theta ഒരു നോൺ സീറോ കോംപ്ലക്സ് നമ്പർ. നോൺ സീറോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം, കാരണം നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സിനെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറയാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്
എന്തായിരിക്കും z ഇൻവേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/z ആണ്. അപ്പോൾ 1/z ഇവിടെ നിന്ന് നമുക്ക് എന്താണെന്ന് അറിയാം. 1/r ഇൻറ്റു കോസ് ഓഫ് മൈനസ് തീറ്റ പ്ലസ് I ഇൻറ്റു സൈൻ ഓഫ് മൈനസ് തീറ്റ ആണ്. So we have proved that argument of z1 into z2 പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് ആർഗ്യുമെന്റ് ആഡപ്പ് ചെയ്യും. θ1 plus θ2 ആണ്. That is equal to arg z1 plus arg z2 ആണ്. Here θ1 and θ2 can be any value of arg z1 and arg z2 respectively, and θ1 plus θ2 is a value of arg z1 z2. Okay. ഇവിടെ θ1 θ2 എന്ന് പറയുന്നതിന് ഏത് വാല്യൂ ഓഫ് ആർഗ് z1 ആൻഡ് ആർഗ് z2 എടുക്കാം. പ്രിൻസിപ്പൽ വാല്യൂ തന്നെ ആവണമെന്നില്ല. ആൻഡ് θ1 പ്ലസ് θ2 എന്ന് പറയുന്നതും ആർഗ് z1 z2ൻ്റെ ഏതൊരു വാല്യൂ എടുക്കാം. പ്രിൻസിപ്പൽ വാല്യൂ ആവണമെന്ന് നിർബന്ധമില്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.